ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയി ലിസാജസ് പാറ്റേൺ നമുക്ക് പറയാം. നമ്മളത് പറഞ്ഞിരുന്നു, രണ്ടും ഇൻ ഫേസ് ആയിട്ട് സെയിം മാഗ്നിറ്റ്യൂഡിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ബി എ സ്ട്രെയിറ്റ് ലൈൻ എന്നും, അതുപോലെ തന്നെ അവർ തമ്മിൽ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസോട് കൂടിയിട്ട് സെയിം മാഗ്നിറ്റ്യൂഡിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ബി സർക്കിൾ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു വേരിയേഷൻ അനുസരിച്ച്, അതായത് ആംഗിൾ മാറുന്നതനുസരിച്ച് അതിന് എത്രത്തോളം വ്യത്യാസം വരുന്നു, ഫേസ് ആംഗിൾ മാറുന്നതനുസരിച്ച് എത്ര വ്യത്യാസം വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നമ്മളൊരു ഫിക്സഡ് ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ വോൾട്ടേജ് നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൈനസോയിഡൽ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്ക് നമ്മൾ മാറി മാറി കൊടുക്കുകയാണ് വോൾട്ടേജ്. അതായത് ആദ്യത്തെ കേസിൽ, ഫസ്റ്റ് കേസിൽ സെയിം മാഗ്നിറ്റ്യൂഡ്, എല്ലാം സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷേ ആംഗിൾ മാറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, സെയിം ഫേസ് ആംഗിളും ആണ്. നമുക്ക് ആസ് വി ഹാവ് ടോൾഡ് ബിഫോർ ഓർ ആസ് വി ഹാവ് ഡിസ്കസ് ബിഫോർ, വി ഹാവ് ഗോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ആംഗിൾ ഒരു 30 ഡിഗ്രിയുടെ ഷിഫ്റ്റ് ഉണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതായത് ഇത് കുറച്ച് മുന്നേ തുടങ്ങിയെന്നാണ് അർത്ഥം അല്ലെ. 30 ഡിഗ്രിയുടെ ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ബി സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടുന്ന് തുടങ്ങി, നമ്മൾ പക്ഷേ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ പോയിന്റ് എടുത്തത്. സോ വിച്ച് മീൻസ് the vertical deflection voltage is lagging behind the horizontal deflection voltage by an angle, is leading ahead of horizontal deflection voltage by an angle 30 degree. അപ്പോൾ ആ ഒരു ഡിഫറൻസിൽ കുറച്ച് നേരത്തെ തുടങ്ങിയെന്നാണ് അർത്ഥം. ഇവിടെ ആകുമ്പോൾ ഒരു 60 ഡിഗ്രി മുന്നേ തുടങ്ങിയത്, ഇവിടെ വരെ അത് നീളുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു എലിപ്സിന്റെ ഷേപ്പ് തൊട്ടുള്ള ഒരു സർക്കിളിന്റെ ഷേപ്പിലേക്ക് അതിങ്ങനെ ഗ്രാജുവലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു എലിപ്സ് ആയിരുന്നു, പിന്നെ കുറച്ചുകൂടി എലിപ്സ് അല്ല സർക്കിളും അല്ല എന്ന് പറഞ്ഞ പോലെ ഒരു സ്ട്രേറ്റ് ഒരവസ്ഥയിലേക്ക് എത്തി, പിന്നെ ഒരു സർക്കിളായി. അപ്പോൾ ഇതെല്ലാം റൈറ്റ് സൈഡിലേക്കായിരുന്നു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മാറ്റിയപ്പോൾ എന്താണ് തിരിച്ച്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്ന പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 90 ഡിഗ്രിയുടെ സർക്കിൾ ആയിട്ട് ഇരിക്കുന്നു. പിന്നെ അതിന് ശേഷം എന്തുണ്ടായി, 60 ഡിഗ്രി ആയപ്പോൾ ഇതിന് കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു, അതായത് റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ആള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ലേശം. അപ്പോൾ ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ആയി. പിന്നെ അടുത്തത് ഈ ഷേപ്പാണ് മെയിൻറ്റെയിൻ ആവേണ്ടത്, പിന്നെ വീണ്ടും ഈ ഷേപ്പാണ് മെയിൻറ്റെയിൻ ആവുന്നത്. തിരിച്ച് വീണ്ടും അതേ പ്രൊസീജിയറിലാണ് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വർക്ക് ചെയ്യുന്നത്. So equal voltages of same frequency, progressive variation of phase angle causes the pattern to shift from a straight diagonal line to an ellipse of different eccentricities and then to a circle. After that, through a series of ellipses and finally a diagonal straight line again. അത് തിരിച്ച് വീണ്ടും പഴയ പൊസിഷനിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറിയതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് തിരിച്ച് കൂട്ടിയ സമയത്ത് മാറിയത്. സോ ആംഗിൾ എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത്, 0 ഡിഗ്രി തൊട്ട് 180 ഡിഗ്രി വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ 0 ഡിഗ്രിയിൽ നോക്കിയാലും 180 ഡിഗ്രിയിൽ നോക്കിയാലും the structure is a straight line itself, but the only thing is that for the 0 degree you are having an inclination towards the right side, whereas for 180 degree you are having an inclination towards the left side. അത്ര ഒരു ഡിഫറൻസ് ഉള്ളൂ, ഇങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ലൈൻ പോലെ. ഓക്കെ, ദെൻ ഇത് ലിസാജസ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് രണ്ട് regardless of the amplitude of the applied voltage, the ellipse provides a simple means of finding the phase difference between the two voltages. രണ്ട് വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിസാജസ് പാറ്റേൺ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ലിസാജസ് പാറ്റേൺ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? either you have to take the ratio of the vertical axis or you have to take the ratio of the horizontal axis. ഏതിന്റെ റേഷ്യോ എടുത്താലും നമുക്കത് കിട്ടും. അതായത് ഈ കേസിൽ നമ്മൾ എന്താ ചെയ്തത്, y1/y2 എടുത്തു, ഇവിടെ ടച്ച് ചെയ്യും ഈ ഒരു മാക്സിമം പോയിന്റും പിന്നെ അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് എടുത്തു. ഇവിടെയാണെങ്കിലോ x1/x2 എടുത്തു, ഈ ഒരു ടച്ച് ചെയ്യുന്ന പോയിന്റും അതുപോലെ തന്നെ അതിന്റെ മാക്സിമം പോയിന്റ് എടുത്തു. രണ്ടിന്റെയും തമ്മിൽ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കിട്ടും. അപ്പോൾ എന്താണ് നമുക്ക് ലിസാജസ് പാറ്റേൺ യൂസ് ഫോർ ദി ആക്യുറേറ്റ് മെഷർമെന്റ് ഓഫ് ഫ്രീക്വൻസി. ലിസാജസ് പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാം. The signal whose frequency is to be measured is applied to the Y plate, and the accurately calibrated standard variable frequency source is used to supply the X plate. അതായത് നമ്മൾ X പ്ലേറ്റിലേക്ക് എന്താ കൊടുക്കുന്നത്, ഒരു നമുക്ക് ഫ്രീക്വൻസി അറിയുന്ന ഒരു സ്റ്റാൻഡേർഡ് കാലിബ്രേറ്റഡ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഫ്രീക്വൻസിന് നമുക്ക് എക്സ് പ്ലേറ്റിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വൈ പ്ലേറ്റിലേക്ക് ഏതിന്റെ ഫ്രീക്വൻസിയാണോ മെഷർ ചെയ്യുന്നത് ആ ഫ്രീക്വൻസിയുള്ള കമ്പോണന്റ് നമുക്ക് വൈ പ്ലേറ്റിലേക്ക് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, the standard frequency is adjusted until the pattern appears as a circle or an ellipse. ഒരു സർക്കിളോ അല്ലെങ്കിൽ എലിപ്സോ ആവുന്നത് വരെ നമ്മൾ ആ ഫ്രീക്വൻസി സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി എന്നുള്ളത് ഒരു വേരിയബിൾ ഫ്രീക്വൻസിയാണ്, അത് നമുക്കൊരു കാലിബ്രേറ്റഡ് ഫ്രീക്വൻസിയാണ്. അതിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു സർക്കിളോ അല്ലെങ്കിൽ ഒരു എലിപ്സോ ലിസാജസ് പാറ്റേൺ കിട്ടുന്നത് പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടിന്റെയും റേഷ്യോന്റെ ഫ്രീക്വൻസി തമ്മിൽ നമ്മൾ അത് രണ്ടും തമ്മിൽ ഫ്രീക്വൻസി എടുക്കും. അതായത് വെർട്ടിക്കൽ ഫ്രീക്വൻസി ബൈ ഹൊറിസോണ്ടൽ ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസ്. അപ്പോൾ FV/Fx ചെയ്തപ്പോൾ എന്ത് കിട്ടി, നമ്പർ ഓഫ് ലൈൻസ് ടൈംസ് ദ ടാൻജന്റ് ടച്ചസ് ടോപ്പ് ഓർ ബോട്ടം. ടോപ്പ് അല്ലെങ്കിൽ ബോട്ടത്തിനെ എത്ര പ്രാവശ്യം ടച്ച് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടൈംസ് ദ ടാൻജന്റ് ടച്ചസ് ഐദർ സൈഡ്. രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കുക ചെയ്യുന്നത്.
എത്ര പ്രാവശ്യം ആ ടാൻജന്റ് ടോപ്പിനെ അല്ലെങ്കിൽ ബോട്ടത്തിനെ മുട്ടി, അതുപോലെ തന്നെ എത്ര പ്രാവശ്യം അത് സൈഡിനെ മുട്ടി. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റേഷ്യോ ഓഫ് ഫ്രീക്വൻസി കിട്ടും. Then it is also equal to number of horizontal tangencies divided by number of vertical tangencies. എത്ര ഹൊറിസോണ്ടൽ ടാൻജൻസി ഉണ്ട് ഡിവൈഡ് ബൈ വെർട്ടിക്കൽ ടാൻജൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ പ്ലേറ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എക്സ് പ്ലേറ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള സിഗ്നലിന്റെ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനൊരു എന്താ പറയാ, ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെർട്ടിക്കൽ ടാൻജൻസി ഇവിടെ ഈ ഒരു വേവിന്റെ നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ടാൻജൻസി നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ടാൻജൻസി നോക്കിയിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ടാൻജൻസി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടിന്റെ റേഷ്യോ എടുത്ത് അത് ക്ലിയർ ആണ്. ഇവിടെ നമുക്കത് ഹൊറിസോണ്ടൽ പോയിന്റിൽ എത്ര സ്ഥലത്ത് മുട്ടി നമുക്കിവിടെ ക്ലിയർ നോക്കിയാൽ കാണാം. 1, 2, 3 ഹൊറിസോണ്ടൽ ടാൻജൻസി 3 ഉണ്ട്, 3 സ്ഥലത്ത് മുട്ടി. വെർട്ടിക്കൽ ടാൻജൻസി രണ്ടും കൂടെ ഒറ്റ പോയിന്റിൽ മുട്ടി. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ടാൻജൻസി 1. അപ്പോൾ 3:1 എന്നുള്ള റേഷ്യോ കിട്ടി. ഇവിടെ നമുക്ക് എത്ര സ്ഥലത്ത് മുട്ടി? 1, 2, 3, 4 പോയിന്റിൽ കിട്ടി. ഇവിടെ നമുക്ക് ഒരു പോയിന്റിൽ മുട്ടി. ഇവിടെ നമ്മൾ നോക്കിയാലോ 1, 2, 3 പോയിന്റിൽ മുട്ടി. വെർട്ടിക്കൽ ടാൻജൻസി എത്ര സ്ഥലത്ത് മുട്ടി? 1 ഇവിടെ മുട്ടിയിട്ടുണ്ട്, പിന്നെ 1 ഇവിടെ മുട്ടിയിട്ടുണ്ട്, ഇല്ലേ? അതായത് നമുക്ക് ഇവിടെ രണ്ടും കൂടെ ചേർന്നിട്ട് മുട്ടൽ മുട്ടി, ഇവിടെ രണ്ടും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു മുട്ട മുട്ടി. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് വെർട്ടിക്കൽ ടാൻജൻസി 2 ഉണ്ട്, ഹൊറിസോണ്ടൽ ടാൻജൻസി 3 ഉണ്ട്. അപ്പോൾ 3:2 എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു എന്തായാലും നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി അറിയാമെങ്കിൽ മറ്റേ ഫ്രീക്വൻസി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, കാരണം നമുക്കറിയാം ഏതിന്റെ ഫ്രീക്വൻസി നമുക്ക് അറിയണമെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതിന്റെ ഫ്രീക്വൻസി ആണോ മെഷർ ചെയ്യേണ്ടത് അത് FY എന്നുള്ള പ്ലേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതിന്റെ ഫ്രീക്വൻസി ആണോ നമുക്ക് അറിയുന്നത് അത് നമുക്ക് FX-ലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ FY കണ്ടുപിടിക്കണമെങ്കിൽ എത്ര ടാൻജൻസീസ് ഉണ്ട്? 3. ഇപ്പോൾ ഒരു വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പ്ലേറ്റിലേക്ക് കൊടുത്തതിന്റെ ഫ്രീക്വൻസി നമുക്ക് 50 ഹെർട്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ 50 ഹെർട്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4/1 × 50. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഫ്രീക്വൻസി കിട്ടും, ഇല്ലേ? 4/1 × 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെർട്ടിക്കൽ ഫ്രീക്വൻസിയുടെ റേഷ്യോ കിട്ടും. അപ്പോൾ ഈ ഒരു റേഷ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് മെഷർമെന്റ്, കറന്റ് മെഷർമെന്റ്, വേവ് ഫോം എക്സാമിനേഷൻ, ഫ്രീക്വൻസി, ഫേസ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ കിട്ടും. കംപ്ലീറ്റ് വേവ് ഫോം നമുക്ക് ഡിസ്പ്ലേ കിട്ടും CROയിൽ. ഇനി ഇപ്പോൾ നമ്മുടെ CRO നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന CRO എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വേവ് ഫോം കിട്ടിയാൽ അതിന് നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, അത് അവിടെ കിട്ടി കഴിഞ്ഞു. പക്ഷേ അതിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? വി മേ റിക്വയർ എ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഓർ എ DSO. So in DSO the waveform to be stored is digitized and then stored in digital memory. നമുക്കത് സ്റ്റോർ ചെയ്യും, അത് ഡിജിറ്റൽ മെമ്മറിയിൽ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യും ചെയ്യാം. The conventional cathode ray tube is used in this oscilloscope and hence the cost is less. നമ്മളതിൽ ഉപയോഗിക്കുന്നത് കൺവെൻഷണൽ CRO കാഥോഡ് റേ ട്യൂബ് ആണ്, അതുകൊണ്ട് അത്ര കോസ്റ്റ് വരുന്നില്ല. കൺവെൻഷണൽ കാഥോഡ് റേ ട്യൂബ് ആണ്, നമുക്ക് ഇതിനകത്ത് കോസ്റ്റ് കുറവാണ്. പിന്നെ പവർ ടു ബി അപ്ലൈ ടു ദ മെമ്മറി സ്മോൾ ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് സ്മോൾ, ചെറിയ ബാറ്ററി ഉപയോഗിച്ചിട്ട് അത് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിജിറ്റൈസ്ഡ് ഇൻപുട്ട് സിഗ്നൽസ് നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്യൂ ടു ദി സ്റ്റോർഡ് ഇമേജ് ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് ഇൻഡെഫിനിറ്റ്ലി ആസ് ലോങ് ആസ് ദ പവർ ഇസ് സപ്ലൈഡ് ടു ദ മെമ്മറി. പവർ നമുക്ക് എത്രത്തോളം നേരം സപ്ലൈ ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് നമുക്ക് സ്റ്റോർഡ് ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേവ് ഫോമിനെ നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ച് വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് തന്നെ കയറ്റാനും പറ്റും. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിന്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു ആംപ്ലിഫയർ ഡിജിറ്റൈസർ, കാരണം നമ്മളിതിനെ ഡിജിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു അനലോഗ് വേവിനെ നമ്മൾ ഡിജിറ്റലാക്കി മാറ്റിയിട്ട് ഡിജിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനെ തിരിച്ച് വീണ്ടും നമ്മൾ അനലോഗ് ആക്കി മാറ്റാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അനലൈസർ സർക്യൂട്ട്, വേവ് ഫോം റീകൺസ്ട്രക്ഷനിലാണ് നമ്മൾ തിരിച്ച് നമുക്ക് വീണ്ടും എന്താ പറയുക അനലോഗ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവാം. നമുക്കത് വെർട്ടിക്കൽ പ്ലേറ്റ്സിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ട്രിഗർ ഉണ്ട്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്ലോക്ക് കൊടുക്കുന്നത്. ഒരു ടൈം ബേസ് ജനറേറ്റർ ഉണ്ടാവും, ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. പിന്നെ ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റ് വഴി CRT, അതായത് ഹൊറിസോണ്ടൽ പ്ലേറ്റും വെർട്ടിക്കൽ പ്ലേറ്റും നമ്മൾ കാഥോഡ് റേ ട്യൂബിലൂടെ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കൊരു DSOക്ക് അത് സാധാരണ ഇതിൽ ഏറ്റവും കൂടുതലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഡാറ്റ അക്വിസിഷൻ, സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ഡിസ്പ്ലേ. ഡാറ്റ അക്വിസിഷൻ, സ്റ്റോറേജ് ഉണ്ട്, ഡാറ്റ ഡിസ്പ്ലേ ഉണ്ട്. ഡാറ്റ അക്വിസിഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനലോഗ് ടു ഡിജിറ്റലും അതുപോലെ തന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ഉണ്ടായിരിക്കും. അത് എന്തിനാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും? നമുക്കൊരു അനലോഗ് ആയിട്ടുള്ള ഡാറ്റേനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഡിജിറ്റൈസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്.
പക്ഷേ നമുക്ക് വീണ്ടും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അനലോഗ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്കതിനെ ഡിജിറ്റൈസ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം, പിന്നെ തിരിച്ച് വീണ്ടും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യാം. നമുക്കതിന്റെ ഓവറോൾ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. അത് നോർമലി ഒരു മൈക്രോ പ്രോസസർ ഉപയോഗിച്ചിട്ടുള്ള കൺട്രോൾ സർക്യൂട്ടാണ് ഉണ്ടാവുക. അതുപോലെ ഡാറ്റ അക്വിസിഷൻ നമുക്ക് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും കൂടെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. എന്തിനാണ് ഈ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എന്ന് വെച്ചാൽ അതാണ് നമുക്ക് എങ്ങനെ വേണം സാമ്പിൾ ചെയ്യാൻ ഡിജിറ്റൈസ് ചെയ്യാൻ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതായത് ഏത് ഫ്രീക്വൻസിയിലാണ് സാമ്പിൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് ആ ഫ്രീക്വൻസിയിൽ സാമ്പിൾ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്തിട്ടാണ് അതിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഏത് ലൊക്കേഷനിലാണോ കറക്റ്റ് കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമുക്ക് എടുക്കാനും പറ്റും. ഇപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗർ ആണ്. നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മെമ്മറിക്ക് വേണ്ടി ഒരു ബഫർ ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ ഇത് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഉണ്ട്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം. ഒരു ബഫർ ആംപ്ലിഫയർ, സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഡാറ്റ അക്വിസിഷൻ. ഈ അക്വയർ ചെയ്ത ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടൊരു മെമ്മറി വേണം. മാത്രമല്ല ഇതിന് നമ്മൾ വീണ്ടും തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിജിറ്റലാക്കി മാറ്റിനെ അനലോഗ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്, ഒരു വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്. അത് ഒരു വെർട്ടിക്കൽ പ്ലേറ്റ്സിലേക്ക് കൊടുക്കുന്നില്ല. അതേസമയം ഹൊറിസോണ്ടൽ പ്ലേറ്റിലേക്ക് കൊടുക്കുന്നിടത്ത് നമുക്കൊരു ടൈം ബേസ് കൗണ്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ തന്നെ, പിന്നെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ. രണ്ടിനും കോമൺ ആയിട്ടുള്ളത് വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ടൈം ബേസ് കൗണ്ടറും കൂടി ഉണ്ടെന്ന് മാത്രം. പിന്നെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന നമ്മൾ സാമ്പിൾ ആൻഡ് ഹോൾഡിനെ കൺട്രോൾ ചെയ്യും, അതുപോലെ ട്രിഗറിങ് കൊടുക്കുന്നതിനെ കൺട്രോൾ ചെയ്യും, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിനെ കൺട്രോൾ ചെയ്യും. ഇത് 3 പേരെയും കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു കൺട്രോൾ സർക്യൂട്ടറി ഉണ്ട്. അതുപോലെ ഇതിനെ സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലോക്ക് സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവരെ സിങ്ക്രണൈസ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിന് പല മോഡ് ഓപ്പറേഷൻ ഉണ്ട്. റോൾ മോഡ് ഉണ്ട്, സ്റ്റോർ മോഡ് ഉണ്ട്, ഹോൾഡ് ഓർ സേവ് മോഡ് ഉണ്ട്. റോൾ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ CRO ഓപ്പറേഷൻ പോലെ തന്നെയാണ്. ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യും, നമുക്ക് ട്രേസസ് സ്ക്രീനിന്റെ മുകളിൽ കാണും, അതിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിന്റെ മുകളിൽ കാണും. സ്റ്റോർ മോഡ് അല്ലെങ്കിൽ റിഫ്രഷ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് സാമ്പിളിംഗ് റേറ്റ് വളരെ കൂടുതലാവുന്ന സമയത്ത്, അതുപോലെ വേവ് ഫോം റിപ്പീറ്റേറ്റീവ് നേച്ചർ ആകുമ്പോൾ ഒരേപോലത്തെ വേവ് ഫോം തന്നെയാണ് ഇങ്ങനെ കുറേ പ്രാവശ്യം വരുന്നത്, അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് വളരെ കൂടുതലാണെങ്കിലൊക്കെ നമ്മൾ സ്റ്റോർ മോഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ റിഫ്രഷ് മോഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ഹോൾഡ് ഓർ സേവ് മോഡ് നമുക്ക് സേവ്ഡ് ഡേറ്റയെ മെമ്മറിയിൽ നിന്ന് വായിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് പല ടൈപ്പ് പ്രോബിംഗ് ടെക്നിക് ഉണ്ട്. നമുക്ക് അതിനെ അക്യുനേറ്റ് ചെയ്യാനുള്ള പ്രോബിംഗ് ടെക്നിക്കാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് അതിനൊപ്പം തന്നെ നമുക്ക് ആക്റ്റീവ് പ്രോബ് ഉണ്ട്, പാസീവ് പ്രോബ് ഉണ്ട്. ആക്റ്റീവ് പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു എന്താ പറയുക, ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ള പോലെയാണ് ആക്റ്റീവ് പ്രോബ് എന്ന് വെച്ചാൽ. പാസീവ് പ്രോബ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. പാസീവ് പ്രോബിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ചീപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് അതിനൊരു കുറേ മെഷർമെന്റ്സ് എടുക്കാനായിട്ട് നമുക്ക് സാധാരണ പാസീവ് പ്രോബാണ് യൂഷ്വലി ഉപയോഗിക്കുക. അത് നമുക്ക് എല്ലാ മെഷർമെന്റ്സ് ഉപയോഗിക്കാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കതിൽ ഏത് ലെവലിൽ സിഗ്നലിനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നനുസരിച്ച് നമുക്ക് അതിന്റെ പ്രോബിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് നമുക്കത് ഏത് ലെവലിലേക്ക് കൂട്ടണം ഏത് ലെവലിലേക്ക് അതിനെ ചെറുതാക്കി കൊണ്ടുവരണം. നമ്മുടെ സ്ക്രീനിന്റെ ഉള്ളിൽ നിൽക്കണമല്ലോ, ആ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറ്റീന്യൂഷൻ ഉപയോഗിക്കാം. അപ്പോൾ അത് പല ലെവൽ അറ്റീന്യൂഷൻ ഉണ്ട്. 100x ഉണ്ട്, 10x ഉണ്ട്, 1x ഉണ്ട്. 1x എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറ്റീന്യൂഷൻ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല, സെയിം ആയിട്ട് തന്നെ കാണിക്കും. 10x ആണെങ്കിൽ 10 പ്രാവശ്യം കുറച്ചിട്ടാണ് കാണിക്കുക, 100x ആണെങ്കിൽ 100 പ്രാവശ്യം. പക്ഷേ 10xും 1xും ആണ് യൂഷ്വലി ഉപയോഗിക്കാറ്. 100x അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ 1x ഓസിലോസ്കോപ്പ് പ്രോബ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈപ്പാണ്. അതിനകത്ത് പ്രത്യേകിച്ച് അറ്റീന്യൂഷൻ ഒന്നും ഉണ്ടാവണില്ല, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷനൊക്കെ നമുക്ക് 1x പ്രോബ് ഉപയോഗിച്ചാൽ മതി. 1 മെഗാ ഓം വരെയാണ് യൂഷ്വലി അതിന്റെ റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടാവുക. 10x ആകുമ്പോൾ നമുക്ക് ഒരു 10 ലെവൽ വരെ അറ്റീന്യൂഷൻ 10 വരെ നടക്കും. അപ്പോൾ നമുക്ക് സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് 10 തവണ വരെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. 10:1 അറ്റീന്യൂഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീരീസ് റെസിസ്റ്റർ പ്രോബ് യൂട്ടിലൈസസ് സീരീസ് റെസിസ്റ്റർ പെയർഡ് വിത്ത് 1 മെഗാ ഓം ഇൻപുട്ട് ഇമ്പിഡൻസ്. ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മളിത് വർക്ക് ചെയ്യാറ്. അതായത് ഒരു സീരീസ് റെസിസ്റ്ററും ഒരു 1 മെഗാ ഓം ഇൻപുട്ട് ഇമ്പിഡൻസും കൂടെ ചേർന്നിട്ട്. 10xും 1xും സാധാരണ യൂസ് ചെയ്യാറുണ്ട്. 100x അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോബിംഗ് മെത്തേഡ് അല്ല. ഓക്കെ, അതൊരു സ്പെഷ്യലൈസ്ഡ് പ്രോബിംഗ് മെത്തേഡാണ്. ഇനി നമുക്ക് അതിന്റെ പ്രോബിംഗ് ടെക്നിക്സിനെ പറ്റി അത് അടുത്ത വീഡിയോയിൽ പറയും. ഈ വീഡിയോയിൽ നിൽക്കില്ല. ഓക്കെ, താങ്ക് യു ഓൾ.